ആത്മഹത്യയുടെ വക്കിൽ നിന്നും പോലീസിന്റെ നിർണായക ഇടപെടൽ കൊണ്ട് കുടുംബനാഥൻ ജീവിതത്തിലേക്ക് തിരികെ എത്തി. കേരള പോലീസ് തന്നെയാണ് ഇക്കാര്യം സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചത്. ആൾതാമസമില്ലാത്ത വീട്ടിൽ നിന്ന് വെളിച്ചം കണ്ടതിനെ തുടർന്ന് സ്റ്റേഷനിലേക്ക് എത്തിയ ഫോൺ കോളാണ് ഒരു ജീവൻ രക്ഷപ്പെടുത്തുന്നതിന് പിന്നിൽ പ്രവർത്തിച്ച കാരണം. അയൽക്കാരാണ് എറണാകുളം ടൗൺ സൗത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചത്. ആൾതാമസമില്ലാത്ത വീട്ടിൽ വെളിച്ചം കാണുന്നുവെന്ന് പറഞ്ഞായിരുന്നു കോൾ. നൈറ്റ് പെട്രോളിംഗ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ വീടിൻ്റെ മതിൽ ചാടിക്കടന്ന് അകത്ത് കയറിയപ്പോൾ കണ്ടത് തൂങ്ങി മരിക്കാൻ ശ്രമിക്കുന്ന ഒരാളെയാണ്. ഉടൻ തന്നെ ഇയാളെ നിലത്തിറക്കി ആശുപത്രിയിൽ എത്തിച്ചുവെന്ന പോലീസിൻ്റെ FB പോസ്റ്റ് ഇങ്ങനെ വായിക്കാം: എറണാകുളം ടൗൺ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്നും നൈറ്റ് പെട്രോളിംഗ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് 112 നിന്നും ഒരു അറിയിപ്പ് കിട്ടി. കൊച്ചുകടവന്ത്ര സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന് അടുത്തുള്ള ആൾതാമസമില്ലാത്ത ഒരു വീട്ടിൽ വെളിച്ചം കാണുന്നുവെന്നും അവിടെ ആരോ കയറിയിട്ടുണ്ടെന്നും പരിസരവാസികൾ വിളിച്ച് അറിയിച്ചതായിരുന്നു. എത്രയും വേഗം പോയി നോക്കണം എന്നായിരുന്നു നിർദ്ദേശം. അവിടേക്ക് പാഞ്ഞെത്തിയ പെട്രോളിംഗ് ടീം പരിസരവാസികളോട് കാര്യം തിരക്കി. അവരിൽ നിന്നും അവിടെ താമസിച്ചിരുന്നവർ എന്തോ കുടുംബ പ്രശ്നങ്ങൾ കാരണം അവിടെ വരാറില്ലെന്നും എന്നാൽ ഇന്ന് വൈകുന്നേരം കുടുംബനാഥനെ പരിസരത്ത് കണ്ടതായും മനസ്സിലാക്കിയ പോലീസ് ഉടൻ തന്നെ മതിൽ ചാടിക്കടന്ന് വീടിനടുത്തെത്തി. മുൻവശം പൂട്ടിയ നിലയിലായിരുന്നു. അടുക്കള വാതിൽ തുറന്നു കിടന്നിരുന്നു. അകത്ത് കയറിയ പോലീസ് കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ച. കിടപ്പുമുറിയിൽ കെട്ടിത്തൂങ്ങിയ നിലയിലുള്ള ഒരാൾ. അയാൾ പിടയ്ക്കുന്നത് കണ്ട പോലീസ് ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ അയാളെ താങ്ങിപ്പിടിച്ച് കെട്ടിത്തൂങ്ങിയിരുന്ന തുണി അറുത്ത് പോലീസ് ജീപ്പിൽ തന്നെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു. ആ സമയത്ത് അവിടെ ICU ഒഴിവില്ലാത്തതിനാൽ പ്രഥമ ശുശ്രൂഷ നൽകിയ ശേഷം അയാളെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചു. കെട്ടിത്തൂങ്ങിയതിനാൽ കഴുത്തിൽ പ്രശ്നമുണ്ടാകാതിരിക്കാൻ ഫിലാഡൽഫിയ കോളർ വേണമെന്ന് ഡോക്ടർ പറഞ്ഞതനുസരിച്ച് പോലീസ് ഫിലാഡൽഫിയ കോളർ തിരക്കി നഗരത്തിൽ രാത്രി പ്രവർത്തിക്കുന്ന മെഡിക്കൽ ഷോപ്പുകളിൽ കയറി ഇറങ്ങി. ഒടുവിൽ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലെ PROയെ കണ്ട് അവിടെ നിന്നും കോളർ വാങ്ങി ഉടൻ തന്നെ ജനറൽ ആശുപത്രിയിലെത്തി. ഇതിനിടയ്ക്ക് പോലീസ് അയാളുടെ വീട്ടുകാരുമായി ബന്ധപ്പെട്ടിരുന്നു. ബന്ധുക്കളെത്തുന്നതുവരെ പോലീസ് സംഘം അവിടെ തുടർന്നു. ആത്മാർത്ഥമായി കർത്തവ്യ നിർവഹണം നടത്തിയ സബ് ഇൻസ്പെക്ടർ ജയരാജ്, സിവിൽ പോലീസ് ഓഫീസർമാരായ നിതീഷ്, സുധീഷ് എന്നിവർക്ക് നാട്ടുകാരുടെ അഭിനന്ദന പ്രവാഹം. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്.